ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ടി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സിപിഎം ഇന്ന് വൈകിട്ട് നിലമ്പൂർ ചന്തക്കുന്നിലാണ് പൊതുയോഗം. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കെ ടി ജലീലും പങ്കെടുക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റിയെങ്കിലും അവസാനിക്കാതെ വിവാദം. നിലവിൽ വഹിക്കുന്ന സായുധ സേനാ ചുമതലയിൽ നിലനിർത്തി സ്ഥാനമാറ്റത്തിന്റെ രീതിയിലാണ് നടപടിയെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലും എം.ആർ. അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് പരാമർശമില്ല. സ്ഥാനമാറ്റത്തിന്റെ രീതിയിലാണ് നടപടിയെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. എഡിജിപിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ നടപടിയിൽ സന്തോഷമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്. എഡിജിപിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത് സിപിഐ. നടപടി ഇത് മതിയോ എന്ന കാര്യത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്നും ബിനോയ് വിശ്വം. എഡിജിപി അജിത് കുമാറിന്റെ സ്ഥാനമാറ്റത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി.വി. അൻവർ. അജിത് കുമാറിന്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്നാണ്, CMA എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകും. ദ ഹിന്ദുവിലെ വിവാദ അഭിമുഖത്തിന്റെ മലപ്പുറം പരാമർശം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. PR വിവാദവും പ്രതിപക്ഷം ആയുധമാക്കും. എഡിജിപി മനോജ് എബ്രഹാം ഉടൻ ഇന്റലിജൻസ് ഒഴിയില്ല. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പകരം ചുമതല നൽകാതെ ഒഴിയാൻ കഴിയില്ല. പുതിയ ഇന്റലിജൻസ് മേധാവിയെ തീരുമാനിച്ചിട്ടില്ല. എഡിജിപിമാരുടെ എണ്ണക്കുറവ് പുതിയ ഉദ്യോഗസ്ഥനെ കണ്ടെത്തുന്നതിൽ തലവേദനയാകും. കപ്പൽ യാത്രയ്ക്കിടെ യുവാവിനെ കാണാതായതായി പരാതി. കാസർഗോഡ് കള്ളാർ സ്വദേശിയായ ആൽബർട്ട് ആന്റണിയെയാണ് ചൈനയിൽ കപ്പൽ യാത്രയ്ക്കിടെ കാണാതായത്. ചരക്ക് കപ്പലിൽ നിന്നും കാണാതായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുമ്പാകെയാണ് ഹാജരാവുക. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്നറിയിച്ച് അന്വേഷണ സംഘത്തിന് കത്ത് നൽകുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ രാവിലെ 4 മണി വരെ ജലവിതരണം മുടങ്ങും. പേരൂർക്കട, നാലാഞ്ചിറ, ശാസ്തമംഗലം, വെള്ളയമ്പലം, കവടിയാർ, നന്ദൻകോട്, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, ടെക്നോ പാർക്ക്, പള്ളിപ്പുറം തുടങ്ങിയിടങ്ങളിലാണ് കുടിവെള്ളം മുടങ്ങുക. ജലവിതരണം തടസ്സപ്പെടുക വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനിലെ തകരാറിനെ തുടർന്ന്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഒക്ടോബർ 11 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ മിനി ലോറിക്ക് മുന്നിൽ ഇരുചക്ര വാഹനമിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുളിമാത്ത് സ്വദേശികളായ രഞ്ജു, അനി എന്നിവരാണ് മരിച്ചത്. MC റോഡിൽ കിളിമാനൂർ പുളിമാത്ത് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. കനത്ത മഴയെ തുടർന്ന് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോഡ് കയറ്റിയ മിനി ലോറിയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് അറസ്റ്റിൽ. ഇന്നലെയാണ് ഓം പ്രകാശിനെ കൊച്ചി മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിനാണ് അറസ്റ്റ്. ഓം പ്രകാശിനെ കോടതിയിൽ ഹാജരാക്കും. ദേശീയ വാർത്തകൾ. ചിദംബരം പുരസ്കാരം ഏറ്റുവാങ്ങി. കിനോ ബ്രാവോ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കുന്ന ആദ്യ മലയാള ചിത്രവും ഈ വർഷം മത്സര വിഭാഗത്തിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ചിത്രവുമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. 33 വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്തും സംവിധായകൻ മണിരത്നവും ഒന്നിക്കുന്നു. 1991 റിലീസായ ദളപതിക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നെന്ന റിപ്പോർട്ട് ആവേശത്തോടെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ചിത്രത്തിന്റെ സംഗീതം AR റഹ്മാൻ നിർവഹിക്കും. രജനിയുടെ പിറന്നാൾ ദിനമായ ഡിസംബർ 12-ന് ഔദ്യോഗികമായി പുറത്തുവിടുമെന്ന് റിപ്പോർട്ടുകൾ. സ്പോർട്സ് വാർത്തകൾ. വനിതാ T20 ലോകകപ്പിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 6 വിക്കറ്റിന്. 106 റൺസ് ടോട്ടൽ ഉയർത്തിയ പാകിസ്ഥാനെ 18.5 ഓവറിൽ ഇന്ത്യ മറികടന്നു. ജയത്തോടെ പോയിന്റ് ടേബിളിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത്. ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യക്ക് അനായാസ ജയം. 127 റൺസിന് ഓൾ ഔട്ടായ ബംഗ്ലാദേശിനെ 8 ഓവർ ബാക്കി നിൽക്കെ ഇന്ത്യ പരാജയപ്പെടുത്തുകയായിരുന്നു.
ആർഷാദീപിനും വരുൺ ചക്രവർത്തിക്കും 3 വിക്കറ്റുകൾ. സഞ്ജുവും ഹാർദിക്കും ബാറ്റിംഗിൽ ജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ബിസിനസ് വാർത്തകൾ നോക്കാം. യുഎസിന് പിന്നാലെ യൂറോപ്യൻ വിപണി പിടിക്കാൻ അമുൽ. യുഎസ് വിപണിയിൽ മികച്ച നേട്ടമുണ്ടാക്കിയതിന് പിന്നാലെയാണ് അമുൽ യൂറോപ്യൻ വിപണിയിലേക്കും ചുവട് വെക്കുന്നത്. ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റ് ഫെഡറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജയൻ മേത്ത് പറഞ്ഞു. ഇന്ത്യയും ബഹ്റൈനും തമ്മിലെ എണ്ണ ഇതര വ്യാപാരത്തിൽ ഈ വർഷം വർധന. ജനുവരി മുതൽ ആഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം എണ്ണ ഇതര വ്യാപാരം $777.03 ദശലക്ഷം ഉയർന്നു. ഈ കാലയളവിൽ ഇന്ത്യ $532.36 ദശലക്ഷം മൂല്യച്ചരക്കുകൾ ബഹ്റൈനിലേക്ക് കയറ്റുമതി ചെയ്തു. $243.03 ദശലക്ഷം സാധനങ്ങൾ ഇറക്കുമതിയും ചെയ്തു. റെക്കോർഡിലെത്തി റബ്ബർ വിലയിൽ ഇടിവ്. ഒരാഴ്ചയ്ക്കുള്ളിൽ റബ്ബർ ഷീറ്റിന് കിലോയ്ക്ക് കുറഞ്ഞത് 14 രൂപ. ശനിയാഴ്ച RSS 4 സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് പദ്ധതിയുമായി ഗൂഗിൾ. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകൾ ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് പരിശോധിച്ച് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വയം തടയും. ഈ ആപ്പ് പിന്നീട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചാലും അനുവദിക്കില്ല. ആപ്പുകൾ ആവശ്യപ്പെടുന്ന പെർമിഷനുകൾ, ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കോഡുകൾ എന്നിവ പരിശോധിച്ചാണ് നടപടി. സേവനം അടുത്തയാഴ്ച മുതൽ ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ലഭ്യമാകും. കോഴിക്കോട് കട്ടിപ്പാറയിൽ വ്യാജവാറ്റ് കേന്ദ്രം എക്സൈസ് കണ്ടെത്തി നശിപ്പിച്ചു. കട്ടിപ്പാറ നെടുമ്പാലി ഭാഗത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്തിയ വ്യാജവാറ്റ് കേന്ദ്രത്തിലായിരുന്നു പരിശോധന. ബാരലുകളിലും കുഴികളിലുമായാണ് വാറ്റ് സൂക്ഷിച്ചിരുന്നത്. റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത ഇടുക്കി പൂപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനൊരുങ്ങി വ്യാപാരികൾ. 2 വ്യാപാര സ്ഥാപനങ്ങളാണ് തുറക്കാൻ ശ്രമിച്ചത്. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരെത്തി സ്ഥാപനങ്ങൾ വീണ്ടും സീൽ ചെയ്ത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു 56 കെട്ടിടങ്ങൾ റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തത്. കൊല്ലം പുനലൂർ പത്തനാപുരം പാതയിൽ അപകടം. സഹോദരങ്ങൾ ഒളിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് ദാരുണ അന്ത്യം. പുനലൂർ സ്വദേശി നഹാസ് ആണ് മരിച്ചത്. അലമുക്കിലാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ അഗ്രശാലയിൽ തീപിടുത്തം. അഗ്രശാലയുടെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് എത്തിയത്. ഭക്ഷണം വെക്കുന്ന പായ പോലുള്ള വസ്തുക്കളാണ് ചൂട് കാരണം തീപിടിച്ചതെന്നാണ് നിഗമനം. പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയിൽ വീട്ടിലെ കിണറ്റിൽ വീണ കാട്ടുപന്നികളെ രക്ഷിച്ചു. കിണറിന്റെ ഭാഗത്തു നിന്ന് ശബ്ദം കേട്ട് നോക്കവെയാണ് 3 പന്നികൾ കിണറിൽ വീണതായി കാണുന്നത്. അനിമൽ റെസ്ക്യൂ പേഴ്സൺ കൈപ്പുറം അബ്ബാസ് എത്തി പന്നികളെ കരക്കെത്തിച്ചു. രാത്രിയാണ് പന്നികൾ കിണറിൽ വീണതെന്നാണ് കരുതുന്നത്. മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 1 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത്. റൂൾ കർവ് പ്രകാരം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. 114.97 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. റൂൾ കർവ് പ്രകാരം 114.95 മീറ്ററാക്കി ജലനിരപ്പ് നിജപ്പെടുത്തണം. കായംകുളത്ത് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. കായംകുളം ടൗൺ ഹാളിൽ നടന്ന യോഗം ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ചിറയൻകീഴ് ഭിന്നശേഷിക്കാർക്ക് നൽകാൻ വാങ്ങിയ ട്രൈ സ്കൂട്ടറുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി നശിക്കാൻ കാരണം. ലിസ്റ്റിലുണ്ടായിരുന്ന അംഗപരിമിതർക്ക് പഞ്ചായത്ത് യഥാസമയം ട്രൈ സ്കൂട്ടറുകൾ വിതരണം ചെയ്തില്ല. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.